നമസ്കാരം. സന്തോഷം നൽകുന്ന എന്തെല്ലാം വീഡിയോകളും ചിത്രങ്ങളുമാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നമ്മുടെ ഓരോ ദിവസവും കൂടുതൽ മനോഹരമാക്കുന്നതിൽ ഇത്തരം ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും വലിയ പങ്കുണ്ട്. അത്തരത്തിലൊരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേരുടെ ഹൃദയം തൊടുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തി ഗേറ്റായ പാലത്തറ റെയിൽവേ ഗേറ്റിലാണ് സംഭവം. ഇത് കണ്ട ഡാനിഷ് എന്ന വ്യക്തിയുടെ കുറിപ്പ് വായിക്കാം. പകലിലെ കൊടും ചൂടിൽ ഒരു മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയായി. സ്ഥലം പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ പാലത്തറ ഗേറ്റ്. സമയം ഉച്ചയ്ക്ക് 2 മണി. ട്രെയിൻ പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. പൊള്ളുന്ന വെയിലിൽ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വന്നു നിന്നു. തൊട്ടുപിറകിൽ ഞാൻ കാറുമായി വന്ന് നിർത്തിയിട്ടു. ആ സമയം തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഓട്ടോയും വന്നു നിന്നു. നിമിഷങ്ങൾ. ട്രെയിൻ വരാൻ ലേറ്റ് ആകുമെന്ന് കണ്ട പെൺകുട്ടി സ്കൂട്ടർ അവിടെ സ്റ്റാൻഡിട്ട് അപ്പുറം റോഡ് സൈഡിലുള്ള ഒരു ചെറിയ കടയുടെ തണലിലേക്ക് ഇറങ്ങിപ്പോയി നിൽക്കുന്നു. കനത്ത ചൂടിൽ സ്കൂട്ടി ആ വെയിലത്തിരിക്കുന്നത് അതിൻ്റെ സീറ്റ് ചൂടാകാനും തിരിച്ച് ആ കുട്ടി വരുമ്പോൾ അതിന് ആ സീറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ഓട്ടോയിലെ അച്ഛൻ്റെ പ്രായമുള്ള ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ നിന്നും ഒരു തോർത്തുമുണ്ടെടുത്ത് സീറ്റിൽ വിരിച്ചിടുന്നു. അപ്രതീക്ഷിതമായി അത് കണ്ട പെൺകുട്ടി ആ മനുഷ്യനെ ആദരവാർന്ന സ്നേഹത്തോടെ നോക്കുന്നു. അവർ പരസ്പരം പുഞ്ചിരിക്കുന്നു. സമയം കടന്നുപോയി. ഒടുവിൽ ചൂളം വിളിച്ചു ട്രെയിനും കടന്നുപോയി. ട്രെയിൻ പോയത് കണ്ട പെൺകുട്ടി വേഗം വന്ന് തൻ്റെ സ്കൂട്ടിയുടെ സീറ്റിൽ നിന്നും ആ തോർത്തുമുണ്ടെടുത്ത് വളരെ ഭംഗിയായി 4 മടക്കി ആ ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കുന്നു. അതെടുക്കലും മടക്കലും സ്നേഹത്തോടെയുള്ള തിരിച്ചു കൊടുക്കലും. ഒരൊറ്റ പെരുമാറ്റത്തിലൂടെ മനുഷ്യർക്കുള്ളിലെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് വായിച്ചെടുക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. മിനിറ്റുകൾക്കുള്ളിൽ നടന്നത്. എവിടെ നിന്നോ വന്ന എവിടേക്കോ പോകുന്ന അപരിചിതരായ 2 മനുഷ്യരുടെ ഉപാധികളില്ലാത്ത സ്നേഹം, സൗഹൃദം. ലോകം ഇപ്പോഴും ഇങ്ങനെ ബാക്കി നിൽക്കുന്നത് ഇജ്ജാതി മനുഷ്യർ ബാക്കിയുള്ളത് കൊണ്ടാകണം. നിങ്ങളിൽ ചിലർക്കൊരു പക്ഷേ ഇതത്ര വലിയ കാര്യമായി തോന്നണമില്ല. എനിക്കെന്തോ വളരെ ഹൃദ്യമായി തോന്നി. ഇതായിരുന്നു ആ വ്യക്തിയുടെ കുറിപ്പ്.